ഇന്നലെ ഏറ്റവും അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി വന്ന പ്രതികരണം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് വയനാട്ടിലുള്ളവർക്ക് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകും. വീട് 8 ലക്ഷം രൂപയുടെ വീടാണ് യൂത്ത് കോൺഗ്രസ് വെച്ച് നൽകുക എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. നിങ്ങൾ ആ സംഖ്യ ഒന്ന് മനസ്സിൽ വിചാരിക്കണം. 8 ലക്ഷം രൂപയുടെ വീടാണ് വെച്ച് നൽകുക. സർക്കാർ വെച്ച് നൽകുന്നത് എത്ര രൂപയുടെ വീടാണ്? 20 ലക്ഷം രൂപയുടെ വീട്. ആ 20 ലക്ഷം രൂപയുടെ വീട് എന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്നതാണല്ലോ മാതൃകാ ഭവനം. അതാണോ 20 ലക്ഷം രൂപയുടെ വീട് എന്ന് ചോദിക്കുന്നവരോട് അത് ഒരു വീടിൻ്റെ സ്ട്രക്ചർ മാത്രമാണ്. അതിലേക്ക് വേണ്ട A to Z കാര്യങ്ങൾ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയാറുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഒരു വീട്ടിൽ ഒരു ഫാമിലിക്ക് ജീവിക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം അടങ്ങുന്ന ഒരു വീട്, അതാണ് പൂർണ്ണ പുനരധിവാസം. ലോകോത്തര മാതൃകയിലുള്ള ഒരു പുനരധിവാസമായിരിക്കുമെന്ന് സർക്കാർ നിരന്തരം പറയുന്നത്. ഒരു കെട്ടിടം പണിഞ്ഞ് അവരോട് അവിടെ കയറി താമസിച്ചോ എന്ന് പറയുകയല്ല, അതിലേക്ക് വേണ്ട എല്ലാ സാധന സാമഗ്രികളും ലഭ്യമാക്കിക്കൊണ്ടായിരിക്കും പുനരധിവാസ പ്രക്രിയ നടക്കുക. അതിനാണ് ഒരു വീടിന് 20 ലക്ഷം രൂപയുടെ കണക്ക് എന്ന് കൃത്യമായിട്ടുള്ള കണക്ക് പറയുന്നത്. നോക്കൂ, DYFI പിരിച്ച തുകയെക്കുറിച്ച്, DYFI നിർമ്മിച്ച് നൽകിയ വീട് എവിടെ, അവിടെ താമസിക്കുന്ന ഗൃഹനാഥൻ എവിടെ, ആ ഗൃഹനാഥൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ. അവരാണ് 8 ലക്ഷം രൂപയുടെ വീട് നിർമ്മിക്കാമെന്ന് പറയുന്നത്. DYFI പിരിച്ച 25 വീട് വെച്ച് നൽകാമെന്നാണല്ലോ പറഞ്ഞത്. 20 വീടെന്ന് പറയുന്നു, 25 വീട് വെച്ച് നൽകാമെന്നാണ് DYFI പറയുന്നു. അതിലൊരു 5 കയറ്റി പിടിക്കുന്നു, 30 വീട് വെച്ച് നൽകാമെന്ന യൂത്ത് കോൺഗ്രസ് പറയുന്നു. അതായിരുന്നല്ലോ ഒരു കണക്ക്. അവരുടെ ഒരു ഞാനിത് പറഞ്ഞാൽ അതിന് മേലെ ഞാൻ കൊണ്ടുപോയി വെക്കാം എന്നുള്ള രീതിയിലാണല്ലോ യൂത്ത് കോൺഗ്രസ് ആ കണക്കൊക്കെ മുന്നോട്ട് വെച്ചത്. അങ്ങനെ DYFIയും ഫണ്ട് പിരിക്കുന്നു, യൂത്ത് കോൺഗ്രസും ഫണ്ട് പിരിക്കുന്നു. DYFI പിരിച്ച ഫണ്ട് അത് 20 വീടുകൾ വെച്ച് നൽകാൻ മാത്രമല്ല, ആ പൈസയ്ക്ക്, അതായത് 20 ലക്ഷം രൂപ ഒരു വീടിന് കണക്കാക്കിയാൽ DYFI പിരിച്ച പൈസ 100 വീടുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് DYFI 100 വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞത്. അത് സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പുനരധിവാസ പ്രക്രിയയിൽ പങ്കാളികളായിക്കൊണ്ട് അപ്പോഴാണ് ഈ 8 ലക്ഷം രൂപയുടെ വീട് വെച്ച് നൽകാമെന്ന്. അതിനി എപ്പോൾ പൂർണ്ണമാകുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. ആ മാതൃകാ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. വരൂ, ജോഷില കൂടെ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജോഷില, ഗുഡ് മോർണിംഗ്. ജോഷില, ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കുകയായിരുന്നു ഈ മാതൃകാ വീടിനെ കുറിച്ച്. 20 ലക്ഷം രൂപയുടെ മാതൃകാ വീട്, ആ മാതൃകാ വീട്ടിൽ അവിടെ വന്ന് കണ്ട ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന്, ദുരന്തബാധിതരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും സജഷൻ വന്നാൽ അതുകൂടെ സാധ്യമാകുമോ എന്ന് നോക്കിക്കൊണ്ട് പരിഗണിച്ചാണ് ഇനി വരുന്ന വീടുകൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. അവിടെ കയറി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, തത്സമയം കൈരളിയിലൂടെ അല്ലെങ്കിലും പല ചാനലിലൂടെ ആണെങ്കിലും പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. ആ വീട്ടിൽ എത്തിയ, വീട് കണ്ട മനുഷ്യന്മാർ ഇതിൻ്റെ അപ്പുറത്തേക്കൊരു വീട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലൊരു ഭവനം ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന സങ്കടത്തോടു കൂടി സന്തോഷ കണ്ണീരായി നമ്മളോട് പങ്കുവയ്ക്കുന്നതായിരുന്നു. ആ രീതിയിലായിരുന്നു അവരുടെ പ്രതികരണങ്ങളൊക്കെ. തീർച്ചയായും വിനിഷ, ഞാനിപ്പോഴുള്ളത് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ നമ്മുടെ ആ മാതൃകാ വീടിൻ്റെ മുന്നിലാണ്. നമ്മുടെ എന്ന് പറയാൻ കാര്യമുണ്ട്, കാരണം നമ്മളെല്ലാവരും, കേരളം ഒറ്റക്കെട്ടായി ആഗ്രഹിച്ച കാര്യമാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ദുരന്തബാധിതർക്കായി ഒരു വീട്. അതും എങ്ങനെയെങ്കിലും ആരെങ്കിലും എടുത്തു കൊടുക്കുന്ന ഒരു അടിസ്ഥാനവുമില്ലാത്ത വീട് എന്നുള്ള രീതിയിലേക്കല്ല സർക്കാർ അതിനെ ഉദ്ദേശിച്ചത്. സർക്കാർ വീട് പണിത് നൽകും എന്ന് പറയുമ്പോൾ തന്നെ സർക്കാർ എവിടെയോ നിൽക്കുന്ന ഒരു വിഭാഗവും ദുരന്തബാധിതർ മറ്റൊരു ഭാഗത്തുള്ള ആളുകളും അല്ലായിരുന്നു. ദുരന്തബാധിതർ തന്നെ ഇവിടെ വന്ന് അവരുടെ വീട് പണി എങ്ങനെ നടക്കുന്നു എന്ന് നേരിട്ട് കണ്ടറിഞ്ഞ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് പണിതുകൊണ്ടിരിക്കുന്ന വീടുകളാണ് ഇവിടെയുള്ളത്. ദുരന്തബാധിതർക്കപ്പുറത്ത് പലരും ഇതിനെതിരെ വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ദുരന്തബാധിതരായ ടൗൺഷിപ്പിലെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവരും ഈ വീടിൽ സംതൃപ്തരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരിൽ പോലും ഭീതി ഉളവാക്കുന്ന രീതിയിൽ മറ്റ് പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളും എന്ന് വേണം പറയാൻ. ആദ്യം മാതൃകാ ടൗൺഷിപ്പിലെ മാതൃകാ വീട് നിർമ്മാണം പൂർത്തിയാവില്ല എന്നായിരുന്നു വിവാദം. എന്നാൽ 30-ാം തീയതിക്കുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയ മാതൃകാ വീട് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ അഭിമാനകരമായ കാര്യമാണ്.
നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷക്കാലം എന്തൊക്കെയാണ് ഗവൺമെൻറ്റിന് ഈ ഒരു ടൗൺഷിപ്പ് തുടങ്ങാൻ ഉണ്ടായിരുന്ന പ്രതിബന്ധങ്ങൾ എന്നുള്ളത്. ആ പ്രതിബന്ധങ്ങളെയൊക്കെ തന്നെ കോടതിയിലടക്കം ചെന്ന് ആ തടസ്സങ്ങളൊക്കെ തന്നെ തട്ടിമാറ്റിക്കൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ടൗൺഷിപ്പിൻ്റെ മാതൃകാ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആരും പ്രതീക്ഷിക്കാത്ത വിധം അത്രയും മനോഹരമായി ആളുകൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, സാധാരണ ഒരു വീടല്ല, 20 ലക്ഷം രൂപയുടെ ഒരു വീട് എന്നുള്ളതാണ്. ഈ 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഈ ടൗൺഷിപ്പിലെ മറ്റ് പദ്ധതികളുണ്ട്, ആശുപത്രികൾ, അനുബന്ധമായ കാര്യങ്ങൾ, ആംഫി തിയേറ്റർ അടക്കമുള്ള അനുബന്ധമായ കാര്യങ്ങൾ, ഇതൊന്നും തന്നെ ഈ ഒരു 20 ലക്ഷം രൂപയ്ക്കുള്ളിൽ പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 20 ലക്ഷം രൂപയുടെ വീടാണ്, അതും ഹൈ ക്വാളിറ്റി എന്നുള്ള രൂപത്തിലേക്ക് വരുന്ന വീടുകളാണ് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നത്. നമ്മളുള്ളത് മാതൃകാ വീടിൻ്റെ മുന്നിലാണ്. നമുക്ക് കാണാം അപ്പുറത്ത് ഫൗണ്ടേഷൻ ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ആളുകൾ ഉന്നയിക്കുന്ന പല വിമർശനങ്ങളുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ മാത്രം ഈ വീടുകൾക്ക് സാധിക്കുമോ എന്നുള്ളത്. ഈ പദ്ധതിയിലേക്ക് വീട് സംഭാവന ചെയ്യാൻ വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും സർക്കാർ വാങ്ങിയത് ഒന്നിന് 20 ലക്ഷം രൂപയാണ്. അനുബന്ധ നിർമ്മിതികളായ ആശുപത്രി, കടമുറികൾ ഇവയൊന്നും തന്നെ ഇതിൽ പെടില്ല. അതുപോലെ തന്നെ ഈ ടൗൺഷിപ്പ് പദ്ധതിയുടെ മുഴുവൻ ചെലവായി കണക്കാക്കിയുള്ളത് 351 കോടിയാണ്. ഇത് 351 കോടി രൂപയാണ്. ഇതിൽ ഉൾപ്പെടുന്നത് റെസിഡൻസസ് മാത്രമല്ല, ഹെൽത്ത് സെൻറ്റർ, അംഗൻവാടി, മാർക്കറ്റ്, പബ്ലിക് ടോയ്ലറ്റ്, MCF ബിൽഡിംഗ്, കമ്മ്യൂണിറ്റി ഹാൾ കം ഡിസാസ്റ്റർ റിലീഫ് ഷെൽട്ടർ, ആംഫി തിയേറ്റർ, ഫുട്ബോൾ ഗ്രൗണ്ട്, ലാൻഡ്സ്കേപ്പ്, ജിം, കളിയുപകരണങ്ങൾ, മെമ്മോറിയൽ എന്നിവ അടങ്ങിയതാണ്. ഇതിനോടൊപ്പം തന്നെ ടൗൺഷിപ്പിന് മുഴുവൻ റോഡ് കണക്ടിവിറ്റിയും ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമുക്ക് ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാതാക്കളായ നിർമ്മാണം നടത്തുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ആളുകൾ, പ്രൊജക്ട് എഞ്ചിനീയർ ഷമീം നമ്മുടെ കൂടെയുണ്ട്. അവരോട് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്, സാധാരണ രീതിയിലുള്ള വീടുകൾ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലാണോ, അതോ ഏറ്റവും ക്വാളിറ്റിയുള്ള, എപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യം ദുരന്തബാധിതരുടെ വീട് ചോർന്നൊലിക്കുന്നു, അല്ലെങ്കിൽ ദുരന്തബാധിതരുടെ വീടിന് പല പ്രശ്നങ്ങളുമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതൊന്നുമില്ലാതെ ഏറ്റവും പെർഫെക്റ്റായിട്ട് ദുരന്തബാധിതർക്ക് മറ്റൊരു തരത്തിലും വിഷമമുണ്ടാക്കാതെ ഒരു നല്ല വീട് സമർപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ളത്. അത് പ്രൊജക്റ്റ് എഞ്ചിനീയറായ ഷമീമിനോട് ചോദിക്കാം. ഷമീം, ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ചാണ് ആളുകൾക്ക് വലിയ സംശയം അല്ലെങ്കിൽ ആകാംക്ഷയുള്ളത്. ആ ഒരു ക്വാളിറ്റിയെക്കുറിച്ച്, ഫൗണ്ടേഷൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഓരോ വർക്കുകളും ചെയ്യുന്നത്. വളരെ സുതാര്യമായ രീതിയിലാണ് ഇവിടുത്തെ ഓരോ വർക്കുകളും ചെയ്യുന്നത്. പബ്ലിക്ക്, നമ്മളെപ്പോൾ തന്നെ പബ്ലിക്കും ഭയങ്കര അവെയറാണ്. ചുരമല നിവാസികൾ എല്ലാ ഈവനിങ്ങിലൊക്കെ വന്ന് അവരെല്ലാ വർക്കുകളും നല്ല രീതിയിലാണ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ വർക്ക് അതായിരിക്കുമല്ലോ സാധാരണ ആളുകൾക്ക് ആദ്യം തന്നെ സംശയമുള്ള കാര്യം. ഒന്ന് ഇവിടെയാണ്, വയനാട്ടിലെ ഒരു എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഭൂമിയിലാണ് ഫൗണ്ടേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം. അത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിർമ്മിക്കുന്നത്? തീർച്ചയായും. അതായത് ഗവൺമെൻറ് നമുക്ക് ഈ വർക്ക് തരുന്ന ആ സമയത്ത് തന്നെ ഗവൺമെൻറ് ഫസ്റ്റ് പോളിസി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ വീടിൻ്റെയും സ്ട്രക്ചറൽ പാർട്ടാണ്. അതായത് അത്രത്തോളം വൾണറബിളായുള്ള അവസ്ഥയിൽ നിന്നും കരകയറി വന്ന ഒരു വിഭാഗം ജനങ്ങളാണ് നമ്മുടെ ചൂരമല മുണ്ടക്കൈ ജനങ്ങൾ. സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മൾ ഇനി താമസിക്കുന്ന വീട് അത്രത്തോളം അവർക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ, അവർക്ക് അത്രത്തോളം സെക്യൂർ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറൽ ആസ്പെക്റ്റ് ഈ വീടിന് വേണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത വർക്കും ആ രീതിയിൽ. കാരണം ഇതെന്ന് വെച്ചാൽ ഒരു RCC ഫ്രെയിംഡ് സ്ട്രക്ചറാണ്. RCC ഫ്രെയിംഡ് സ്ട്രക്ചറിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം സാധാരണക്കാർക്ക് കേൾക്കാനുള്ളതാണ്, നമ്മളൊരു ബിൽഡേഴ്സിൻ്റെ ഒരു ഇത് മാത്രമല്ലല്ലോ. അതായത് ഇവിടെ ഇപ്പോൾ നിലവിൽ നമ്മളൊരു 7 സെൻറ്റ് സ്ഥലത്ത് ഏതാണ്ട് 9ഓളം കോളം ഫൂട്ടിങ്, അതായത് ഫൂട്ടിങ് എടുത്ത്, ഈ ഫൂട്ടിങ് പറയുമ്പോൾ പോലും ഇവിടുത്തെ മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരു പ്ലാന്റേഷൻ പ്ലോട്ടാണ്. ഈ പ്ലാന്റേഷൻ പ്ലോട്ടിൽ ഈ കാണുന്ന തേയിലച്ചെടിയുടെ റൂട്ട് കാരണം ഒരുപാട് സോയിൽ പ്രോപ്പർട്ടി എൻ്റെ ഡിഫറൻറ്റ് പല സ്ഥലത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ബേസിൽ, അതായത് മണ്ണിൻ്റെ ഗുണനിലവാരം അടക്കം പരിശോധിച്ചിട്ട് മണ്ണിൻ്റെ ഗുണനിലവാരം അടക്കം പരിശോധിച്ചിട്ട് അവിടുന്ന് ഏതാണ്ട് ഇപ്പോൾ ഈ കാണുന്ന വീട് 3 മീറ്റർ ഹൈറ്റ് ആണെങ്കിൽ പല സ്ഥലങ്ങളിലും ആവറേജ് 2 മീറ്റർ 2.5 മീറ്റർ ഡെപ്തോളം നമ്മൾ എന്തായിട്ടുണ്ട് ഈ കാണുന്ന ഫൗണ്ടേഷൻ ലെവലിൽ പോയിട്ടുണ്ട്. തറനിരപ്പിൽ നിന്നും താഴേക്ക് 2.5 മീറ്ററോളം പില്ലർ
ഇട്ടിട്ടുണ്ട്. സോ അവിടെ നിന്നാണ് ഈ കാണുന്ന എർത്ത് ക്വിക്സ് അടക്കമുള്ള നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളെ റെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മളിവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെയുള്ള ഈ റെസിഡൻഷ്യൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് നമ്മൾ കൊടുത്തിരിക്കുന്ന കോളത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 90/20 ആണ്. 90 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയിലാണ് നമ്മളിവിടെ കോളത്തിൻ്റെ ഡിസൈൻ. അങ്ങനെയാണ് ഈ 9 കോളം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അത്രത്തോളം രീതിയിൽ, അതായത് അത്രത്തോളം രീതിയിൽ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറാണിത്. ഏത് പ്രകൃതി ദുരന്തങ്ങളെയും നമുക്കൊരു പരിധിവരെ മറികടക്കാവുന്ന രീതിയിലുള്ള ഒരു ആസ്പെക്റ്റാണ് നമ്മളിവിടെ സ്ട്രക്ചറൽ എലമെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഈ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 245 കോടിയാണ് നമ്മുടെ വർക്ക് എമൗണ്ട് എന്ന് പറയുന്നത്. ഇത് ടാക്സ് അടക്കം ഇതൊരു 299 കോടിയാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിൽ മൊത്തത്തിൽ വരുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ ഇതൊരു 410 വീടുകളാണ് 5 സോണുകളായിട്ടുള്ളതെങ്കിലും അതിന് പുറമെ വരുന്നത് നമ്മളിപ്പോൾ പൊതുവെ പബ്ലിക് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നുണ്ട്. പബ്ലിക് കമ്മ്യൂണിറ്റീസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതിൽ മെമ്മോറിയൽ വരുന്നുണ്ട്. കാരണം ഇത്രത്തോളം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു മെമ്മോറിയൽ ഇത് വരുന്നുണ്ട്, ഒരു മെമ്മോറിയൽ മോഡൽ വരുന്നുണ്ട്. പിന്നെ അംഗൻവാടി വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി സെൻറ്ററും അതേപോലെ തന്നെ റീഹാബിറ്റേഷൻ സെൻറ്ററും വരുന്നുണ്ട്, ഒരു ഓപ്പൺ എയർ തിയേറ്റർ വരുന്നുണ്ട്, ഹെൽത്ത് സെൻറ്ററും ലാബും വരുന്നുണ്ട്, അതേപോലെ തന്നെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയുടെ MCF വരുന്നുണ്ട്, മാർക്കറ്റ് വരുന്നുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് വരുന്നുണ്ട്, പബ്ലിക് ടോയ്ലറ്റ്സ് വരുന്നുണ്ട്, വാട്ടർ റിസർവോയർ വരുന്നുണ്ട്, ഒരു 10ഓളം STP സീവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരുന്നുണ്ട്. പിന്നെ എക്സ്പെഷ്യലി പറയേണ്ടത് ഇവിടുത്തെ റോഡാണ്. നിലവിൽ ഇവിടെ ഒരു നാരോ റോഡാണുള്ളൂ. ഈ റോഡ് നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ, ഈ കാണുന്ന ടൗൺഷിപ്പിൻ്റെ ഉള്ളിൽ 12 കിലോമീറ്ററോളം റോഡാണ്. അത് തന്നെ പ്രൈമറി, സെക്കൻഡറി, അതേപോലെ തന്നെ ഇൻറ്റേർണൽ റോഡായിട്ട് 12 കിലോമീറ്ററോളം റോഡുകൾ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും BMBC നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഇൻ്റർലോക്ഡ് പേവ് ചെയ്തിട്ടുള്ള റോഡുകളൊക്കെയാണ് ഇതിൽ കൊടുക്കുന്നത്. പിന്നെ മൈനർ ബ്രിഡ്ജ് വരുന്നുണ്ട്, പല സ്ഥലങ്ങളായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കൾവേർട്സ്, അതേപോലെ തന്നെ നമ്മുടെ UG സമ്പുകൾ, അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ, ഗേറ്റ്, ഇങ്ങനെ ഇത്രത്തോളം അമ്യൂണിറ്റീസ് നമ്മൾ ഈ കാണുന്ന ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു EPC മോഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ EPC മോഡ് എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ. അത് ഡിസൈൻ മുതൽ എല്ലാ വർക്കും നമ്മൾ തന്നെ ചെയ്യണം. സർവേ, സോയിൽ ഇൻവെസ്റ്റിഗേഷൻ, ഹൈഡ്രോളിക് സ്റ്റഡി, അതിനുശേഷം ഡിസൈൻ വരുന്നത്. ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് വരുന്നത്. ആ ഡിസൈൻ നമ്മുടെ കൺസൾട്ടൻ്റ് നമ്മുടെ കിഫ്കോണാണ്. ആ കിഫ്കോണിനെ കൊണ്ട് അപ്രൂവൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഓരോ ആക്ടിവിറ്റിയും നമ്മളിപ്പം ഇതിൻ്റെ കോളം ഇതൊക്കെ ചെയ്തില്ല സ്ട്രക്ചർ, അത് ഇവർ വന്ന് ചെക്ക് ചെയ്തിട്ട് അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ ചെയ്യുന്നത്. ഓരോ ഘട്ടങ്ങളിലും കൃത്യമായ ചെക്കിംഗ് നടക്കുന്നുണ്ട്. കൃത്യമായ ചെക്കിങ്. അതുപോലെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം, നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ഇവിടെ ലാബ് ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിരുന്നു. ഓരോ മണ്ണും അതുപോലെ തന്നെ ഇതിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എല്ലാ സാമഗ്രികളും, അതായത് ഈ സിമെന്റ് കട്ട പോലും 27 ദിവസം പരീക്ഷണം നടത്തി ക്വാളിറ്റി കറക്റ്റാണെന്ന് വരുത്തി തീർത്തതിന് ശേഷം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗത്തിലേക്ക് എടുക്കുന്നത്. ആദ്യം ലാബായിരുന്നു ഇവിടെ നിർമ്മിച്ചത് അല്ലേ? അതെ. മറ്റു കാര്യങ്ങൾ കൂടെ തീർച്ചയായും നമുക്കിനി ഇപ്പം 30-ാം തീയതി നമ്മളിവിടെ മോഡൽ ഹൗസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു. അന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു മോഡൽ ഹൗസിൻ്റെ ഔട്ട്സൈഡ് പോർഷൻ നമ്മൾ പെയിൻറ്റ്, അങ്ങനെ ഒരു 3-4ഓളം പെയിൻറ്റ്, ഡിഫറെൻറ്റ് കോമ്പിനേഷനുള്ള പെയിൻറ്റ്സ്. മഴയാണ് വരുന്ന മറ്റൊരു സംശയം. ഈ വീട് മഴ നനയുമെന്നുള്ളതാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന്. ഇല്ല, അങ്ങനെ പെയിന്റ് വീണ്ടും വരുന്നുണ്ടല്ലോ. ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ അടിച്ചിരിക്കുന്ന ഡാം പ്രൂഫ് പെയിൻ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റ് പെയിൻറ്റ്സാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ മെറ്റീരിയലും ഇവിടെ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലും പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വാഭാവികം നമുക്കൊന്ന് അകത്തേക്ക് പോകാം. നമുക്കൊന്ന് ഉള്ളിലേക്ക് പോകാം. വീടിൻ്റെ അകത്തേക്ക് കയറിയാൽ വീടിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലും എത്രമാത്രം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് എന്നുള്ള കാര്യം കൂടി പ്രൊജക്ട് മാനേജറും അതുപോലെ തന്നെ പ്രൊജക്ട് എഞ്ചിനീയറുമാണ് നമ്മളുടെ കൂടെയുള്ള. പ്രൊജക്ട് മാനേജർ പരമൻ നമ്മളുടെ കൂടെയുണ്ട്. അദ്ദേഹം അടക്കം നമ്മളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കും. നമ്മളിതാ സെൻട്രൽ ഹാളിലേക്ക് കടക്കുകയാണ്. സെൻട്രൽ ഹാൾ വളരെ വിശാലമായ ഒരു ഹാളാണ്. ആരും കൊതിക്കുന്ന ഒരു വീട് എന്ന് വേണം പറയാൻ. അത്രയും ലാളിത്യമുള്ള, അത്രയും സൗകര്യമുള്ള വീട്. അത് ഏകദേശം ക്വാളിറ്റി ഉള്ള, എന്തൊക്കെയാണ് ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഓരോ ആളുകളിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയും സുതാര്യമായി തന്നെയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. സർ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ, എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് കജാരിയ ടൈലാണ്. 7 വർഷം വാറണ്ടിയുള്ള കജാരിയ ടൈലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡോർ എടുക്കുമെങ്കിൽ സ്റ്റീൽ ഡോറ്
ഇത് 7 വർഷം വാറന്റിയുള്ള ഡോറാണ് ഇത്. സ്റ്റീൽ ഡോർ 7 വർഷം വാറന്റിയുള്ള ഡോറാണ് ഇത്. പിന്നെ ഈ ഫാനും എല്ലാം ബ്രാൻഡഡ് ഐറ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു വിൻഡോ ഇല്ല, ഇത് 20 വർഷം വാറന്റിയുള്ള വിൻഡോ ആണ്. ഇത് UPVC ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് വരികയാണ്. ഇപ്പോൾ ഈ സിറ്റ് ഔട്ട് ഏരിയ അത് നമ്മളൊരു പോളിഷ്ഡ് ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഈ കാണുന്ന സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നീട് വരുന്ന ഈ കാണുന്ന വിൻഡോ ഇത് സ്റ്റീൽ ഡോറാണ്. ഈ സ്റ്റീൽ ഡോർ ടാറ്റയുടെ സ്റ്റീൽ ഡോറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ടാറ്റയുടെ സ്റ്റീൽ ഡോറിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യം, പ്രൈസ് അടക്കം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇതിപ്പം ഈ കാണുന്ന UPVC വിൻഡോ 20 വർഷം ഏതാണ്ട് ഇതിന് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന UPVC വിൻഡോസ് 20 വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ കജാരിയ ടൈൽസാണ്. കജാരിയ ടൈൽസൊക്കെ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി ടൈൽസാണ് കജാരിയ ടൈൽസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന ഡോർസ് 5 വർഷം വാറണ്ടിയുള്ള ഫ്ലഷ് ഡോറാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ കാണുന്ന FRP ബാത്റൂമിൽ കൊടുത്തിരിക്കുന്ന FRP ഡോറ് അതിന് ഏതാണ്ട് 10 വർഷത്തോളം അതിന് വാറണ്ടി ഉണ്ട്. ഈ ബാത്റൂമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സെറയുടെ ഫിറ്റിങ്സ് ആണ്. ഇതൊക്കെ 10 വർഷത്തോളം നമുക്ക് വാറണ്ടി നമുക്ക് ഉള്ളതാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് നമ്മൾ ഇവിടുത്തെ 3 ഫേസ് കണക്ഷനാണ്. ഇവിടുത്തെ ഇലക്ട്രിക്കലൊക്കെ 3 ഫേസ് കണക്ഷനിലാണ് വരുന്നത് മൊത്തത്തിൽ. പിന്നെ ഇപ്പം ഹാവൽസിൻ്റെ ഫാനാണ് ഇപ്പോഴത്തെ ആധുനിക എനർജി കൺസപ്ഷന് പറ്റിയ ഫാനുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൻ്റെ കേസിൽ വരികയാണെങ്കിൽ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ തന്നെ മറൈൻ പ്ലൈവുഡ് വെച്ചിട്ടുള്ള കിച്ചണാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡ് കിച്ചൺ കബോർഡ്. ഇനി ഇതിന് പുറമെ നമുക്കിപ്പോൾ ഒരു ബെഡ്റൂംസിൽ നമുക്കൊരു ഇതുണ്ട്, വാൾഡ്രോബ് ചെയ്യാനുണ്ട്. ഇവിടെയും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ട്, റൂംസ് ആൻഡ് വാൾഡ്രോബ് ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ്. സിറയുടെ സിങ്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഏറ്റവും ഇപ്പോൾ പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്യുന്ന സാധനമാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്വാളിറ്റി ആസ്പെക്ട്സിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നമുക്ക് ഉള്ളിൽ ഉപയോഗിക്കുന്ന പെയിൻ്റ് ആണെങ്കിൽ പോലും ഏഷ്യൻ ഉള്ളിൽ മൊത്തം നമ്മൾ പുട്ടി അടിച്ചിട്ടുണ്ട്. ഉള്ളിലുള്ള ത്രൂ ഔട്ട് പുട്ടി അടിച്ചതിന് ശേഷം പ്രൈമർ അടിച്ചിട്ടാണ് നമ്മൾ ഏഷ്യൻ പെയിൻ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 7 വർഷം വാറണ്ടിയുള്ള പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയ പോലും വിശാലമായ വർക്ക് ഏരിയയാണ്, ആരും ഇഷ്ടപ്പെടുന്ന വർക്ക് ഏരിയ ആണ്. അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് അല്ലേ? ബൾബടക്കം ഫിലിപ്സിൻ്റെ ബൾബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മളെ റൂഫിൽ, അതായത് ഇതിൻ്റെ ടെറസ് പോർഷനിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ട്. എല്ലാ വീടുകൾക്കും നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അടക്കമാണ് നമ്മുടെ ഈ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്മൾ കൊടുക്കുന്ന റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. കുറച്ച് നോക്കി 20 ലക്ഷം മതിയാവില്ല എന്നാണ് തോന്നുന്നത്. ഓരോ വീടിനും മുകളിലൊരു ടാങ്ക് വരും, വാട്ടർ ടാങ്ക് വരും. ഓരോ വീടിനും 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള. പിന്നെ ഈ ബൗണ്ടറി വാളും ഗേറ്റും ഓരോ വീടിനുണ്ടാവും. ഇൻഡിവിജ്വൽ വീടിന് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള, അതായത് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്ന പരമാവധി പ്രീമിയം ക്വാളിറ്റി അതിന് മുകളിലുള്ള കാര്യങ്ങളാണ് എല്ലാ സംവിധാനങ്ങളും ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു വീട് ഒരുക്കണമെങ്കിൽ എത്രമാത്രം തുക ചെലവാകും എന്നുള്ളത് നമുക്ക് ഏകദേശം കണക്ക് കൂട്ടിയാൽ, ഒരു സാധാരണ ആളുകൾക്ക് പോലും ഏകദേശം കണക്ക് കൂട്ടിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്തായാലും നമ്മളിപ്പോൾ കണ്ടത് പ്രൊജക്ട് ഓഫീസറുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ട് എഞ്ചിനീയറും പറഞ്ഞ കാര്യങ്ങളാണ്. ടൗൺഷിപ്പിൻ്റെ ഉപഭോക്താക്കൾ എന്ത് പറയുന്നു എന്നുള്ള കാര്യം വലിയ കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. ടൗൺഷിപ്പിൻ്റെ ഉപഭോക്താക്കൾക്ക് അവർക്ക് ഇതിൽ സംതൃപ്തരാണോ അവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആരും എനിക്ക് മോശം വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണത്. എന്തായാലും നമ്മളുടെ കൂടെ മനോജ് ഏട്ടനുണ്ട്. മനോജ് ഏട്ടൻ ഈ ടൗൺഷിപ്പിലെ ദുരന്തബാധിതനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പുത്തുമലയിൽ കണ്ടപ്പോൾ ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ട മനോജേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കാൻ അന്ന് അപ്പോൾ പറ്റിയില്ല. എന്തായാലും ഇന്ന് മനോജേട്ടൻ ഇവിടെ രാവിലെ തന്നെ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹം ഇതിൽ പൂർണ്ണ സംതൃപ്തനാണ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ച് വരാമോ എന്ന് ചോദിച്ചപ്പോൾ രാവിലെ തന്നെ ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. മനോജേട്ട, വീടൊക്കെ എങ്ങനെയാണ്? വീട് വന്നതിൽ ഒക്കെ ഒരു സന്തോഷമോ അല്ലെങ്കിൽ വീട് കണ്ടോ? പിന്നെ വീട് ഞങ്ങൾ പലതവണയായിട്ട് വന്ന് കാണുന്നുണ്ട്. ഇതിൻ്റെ നിർമ്മാണ പല ഘട്ടങ്ങളും നമ്മൾ വന്ന് നോക്കി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റി കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് ജനങ്ങളോട് ഇത് നമ്മളോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റി കൺവീനർ ആണല്ലേ ഇവിടുത്തെ ദുരന്തബാധിതരുടെ? അതെ.
അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ പല ഘട്ടങ്ങളിലും വന്ന് കാണാറുണ്ട്. ഇവിടെ ഉള്ള ഈ ഫൗണ്ടേഷൻ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുണ്ട്. ഇതിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ദുരന്തം ഉണ്ടായ സമയത്ത് വലിയ രീതിയിൽ ആ വെള്ളാർമല സ്കൂളിനെ കുറിച്ചൊരു ചർച്ചയുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഈ പുഴ മേലെന്ന് തിരിഞ്ഞ് വന്ന് ഏതാണ്ട് ഒരു 150 മേലെ വീടുകൾ, എൻ്റെ വീട് ഉൾപ്പെടെ തുടച്ച് നീക്കിയിട്ട് വന്നിട്ട് അതിൻ്റെ അവസാനം ചൂൽമല ടൗണിലേക്ക് അത് കടക്കാതെ തടഞ്ഞു നിർത്തിയത് വെള്ളാർമല ഹൈസ്കൂളിൻ്റെ ഒരു ബിൽഡിംഗാണ്. എനിക്ക് ഓർമ്മയുണ്ട്, പുതിയ ബിൽഡിംഗ് ആയിരുന്നു, കിഫ്ബി പണിത ബിൽഡിംഗ്. അതെ, ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന പില്ലറുകളുടെ സൈസും അതിൻ്റെ പിന്നെ നിർമ്മാണ രീതിയും കൊണ്ട് മാത്രമാണ് ആ ബിൽഡിങ് പോകാത്തത്. മാത്രമല്ല, ആ ബിൽഡിംഗ് പോയിട്ടുണ്ടെങ്കിൽ നേരെ ടൗണിലേക്ക് വരിക. ടൗണിൽ നിന്ന് ഉണ്ടാവുമായിരുന്നില്ല. ചൂരൽമല ടൗൺ ഉണ്ടാവില്ല. ടൗണിൻ്റെ ഇടതുവശത്തായിട്ട് നിറയെ വീടുകളുണ്ട്. അവർക്ക് ഓടി രക്ഷപ്പെടുക ചെയ്തത്. കാരണം പല ആളുകളും അവിടുന്ന് 99% ആളുകൾ അവിടുന്ന് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടാനുണ്ടായ കാരണം ഈ മരങ്ങളും പാറകളും അങ്ങോട്ടേക്ക് പോയില്ല, ഈ സ്കൂൾ തടഞ്ഞു നിർത്തി. അതിനൊരു കാരണം ഇതാണ്. അതുപോലത്തെ ഒരു നിർമ്മാണ ബിൽഡിങ്ങിന്റെ എടുത്തെന്നിരിക്കല്ല, പക്ഷേ അതിന്റെ ആ പില്ലറും അതിന്റെ കോൺക്രീറ്റിങ്ങിന്റെ ആ ഒരു ഇതുമെല്ലാം വെച്ചിട്ടാണ് അത് അവിടെ നിലനിർത്താൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കിഫ്ബി പ്രൊജക്ടുകളെ കുറിച്ചൊക്കെ ഭയങ്കര വിമർശനമൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ കെട്ടടങ്ങിപ്പോയി. കാരണം അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ പിന്നീട് പുറത്ത് വന്നതിന് ശേഷം. അല്ല, നമുക്ക് ഇപ്പോൾ ഒരു ദുരന്തം കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വീണ്ടും ഒരു ദുരന്തം ഉണ്ടാകാതെ, ഇപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഭൂമി കുലുങ്ങിയാൽ പോലും ഇത് പൊളിഞ്ഞു വീഴാത്ത രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആണ് ഇതിന് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കതാണ് ആവശ്യം. ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ട്, ഈ വീടും മറ്റ് വീടുകളും വെച്ച് താരതമ്യം ചെയ്യുന്നുണ്ട്. അത് ഈ കുറേ LED ലൈറ്റുകളും കുറേ ഫാൻസി കളറുകളും ഇതൊക്കെ വെച്ചിട്ട് ഈ വീടിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് ഇവിടെ വന്ന് കാണട്ടെ. ഈ താരതമ്യം ചെയ്യുന്ന ആളുകൾ ഇവിടെ വന്ന് കണ്ടുകൊണ്ട് ഇതിൻ്റെ വീടിനെ മൊത്തം വിലയിരുത്തിക്കൊണ്ട് ഇതിൻ്റെ ഉപയോഗിച്ച മെറ്റീരിയലൊക്കെ കണ്ടുകൊണ്ട് വേണം പറയാൻ. ഞങ്ങൾക്ക് ഏതായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടല്ലേ? നിങ്ങൾ മാത്രമല്ല, എല്ലാവരും. ഞാൻ വരുമ്പോൾ ഇവിടെ അമ്മമാരും കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണുമ്പോൾ പല ആളുകളും വന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 75% ആളുകളും ഇത് വന്ന് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വർഷമായല്ലോ. ഈ ഒരു വർഷത്തിൽ കൽപ്പറ്റ ടൗണിനോട് ചേർന്നിട്ടാണ് ഇതുള്ളത്. സ്വന്തം വീടെടുക്കുന്ന പോലെ നിന്ന് നിയന്ത്രിച്ചിട്ട് പോലും. പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഇതുപോലെ ഒരു മാതൃകയിൽ ഒരു വീട് ഞാൻ എടുക്കുന്നത് എവിടെയും കണ്ടില്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെ എൻ്റെ വീട് ഉൾപ്പെടെ പോയതാണല്ലോ. നമുക്ക് സാധാരണ എന്താ ചെയ്യുക, ഒരു കരിങ്കല്ലുകൊണ്ടൊരു ഫൗണ്ടേഷൻ പണിയും, അതിന് മേലെ ഒരു 6 ഇഞ്ച് കനത്തിലുള്ളൊരു കോൺക്രീറ്റ് ബെൽറ്റ് പണിയും, അതിൽ കട്ട വെച്ച് കെട്ടിയിട്ടാണ് സാധാരണ ഇതിലെല്ലാ വീടുകളും ഞാൻ കണ്ടിട്ടുള്ളൂ. അപൂർവം ഏതെങ്കിലും ചില വീടുകൾക്ക് മാത്രമേ കോൺക്രീറ്റ് പില്ലറുള്ളൂ. ആ പില്ലറാണെങ്കിൽ തന്നെ സാധാരണ പില്ലറാണ്. ഇത് ഇപ്പോൾ നേരത്തെ ഇവിടെ പറയുണ്ടായി 90 സെൻറ്റിമീറ്റർ പിന്നെ വീതിയും 20 സെൻറ്റിമീറ്റർ കനമുള്ള പില്ലറാണ്. ഇതൊരിക്കലും പോകില്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യം ഇനി സുരക്ഷിതമായ നമുക്കിത് കാണാൻ പറ്റും, നേരെ എടുക്കുന്നത് പോലെ നമ്മൾ കാണുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വിലനെ കുറിച്ചാണ് പറയുന്നത്. 20 ലക്ഷത്തിന് ഇതുപോലെ 1000 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടും അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ഉണ്ട്, ചുറ്റുമതിലുണ്ട്, ഗേറ്റ് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ 20 ലക്ഷത്തിന് അത് ലാഭമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പൂർണ്ണ സംതൃപ്തനാണ് വീട്ടിൽ. പിന്നെ തീർച്ചയായിട്ടും വീടിൻ്റെ ക്വാളിറ്റിയിലും. തീർച്ചയായിട്ടും ഇതിന് എതിര് പറയുന്ന ആളുകളോട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ 8 ലക്ഷത്തിനൊക്കെ വീട് തരാമെന്ന് പറയുന്ന ആളുകളോട് എന്താണ് മനോജേട്ടന് പറയാനുള്ളത്? അല്ല, 8 ലക്ഷത്തിനും 5 ലക്ഷത്തിനൊക്കെ വീടുണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അത് ഒരു നല്ല രീതിയിലൊരു കാറ്റടിച്ചാൽ വീണ് പോകില്ല എന്നൊന്നും ഉറപ്പ് അവർക്ക് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇത് ഏതൊരു പ്രകൃതി ദുരന്തം ഉണ്ടായാലും ഇത് ഇവിടെ നിലനിൽക്കുന്നുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമുക്ക് അതിൻ്റെ അകത്ത് സുരക്ഷിതമായി കടന്നിറങ്ങാൻ പറ്റും ഇനി. കാരണം ഒരു ദുരന്തത്തെ അതിജീവിച്ച് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന ആളുകളാണ്. അപ്പോൾ ഇനി ഒരു ദുരന്തം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സർക്കാർ പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ്. വളരെയധികം സന്തോഷമുണ്ട്. മനോജേട്ടൻ ഇന്നലെ എന്തോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് മനോജേട്ടനെ വിളിക്കാൻ കാരണം. ഇത് ഇത്രയും ക്വാളിറ്റി വീട് നിർമ്മിക്കാൻ പറ്റില്ലെങ്കിൽ എന്താ? അല്ല, അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഫേസ്ബുക്കിൽ പിന്നെ ഈ വീട് വില കൂടുതലാണ്, 15 ലക്ഷത്തിന് ഇതിനേക്കാളും നല്ല വീട് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാൻസി ലൈറ്റുകളും മറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനതിൽ വെല്ലുവിളിച്ചത് ഇതുപോലെ ഫൗണ്ടേഷനും ഇതുപോലെ പില്ലറും ഇതുപോലെ ബീമും ഇതിലുപയോഗിച്ച മെറ്റീരിയലും ഇട്ടിട്ടാണ് ചെയ്തത് എന്ന് അതിൽ കാണിച്ചു തരികയാണെങ്കിൽ, അവർ ചെയ്ത വീടുണ്ടല്ലോ, ആ വീട്ടിൽ കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ടൗൺഷിപ്പിൽ കിട്ടുന്ന വീട് നിങ്ങൾക്ക് ഫ്രീ ആയി തരാമെന്ന് ഞാൻ വെല്ലുവിളി ആരും ഏറ്റെടുത്തില്ല. ഇതാണ് വിനിഷ, അത്രയും വിശ്വാസമാണ്
ഇവിടെ താമസിക്കുന്ന ഓരോ ആളുകൾക്കും അവരുടെ വീട് എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് എടുക്കുന്ന ജോലികളൊക്കെ തന്നെ പ്രവൃത്തികളൊക്കെ തന്നെ നേരിൽ കണ്ട് അവരുടെ അഭിപ്രായം പറഞ്ഞാണ് ഈ ഒരു ടൗൺഷിപ്പിൻ്റെ ഓരോ കല്ലും ഓരോ മണ്ണും ഇവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ മറ്റൊരു കാര്യം ഗവൺമെൻറ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ മാതൃകാ വീട് ഇവർക്കായി ഒരുക്കിയിരിക്കുന്നത് ഇതിനുള്ള തെറ്റുകുറ്റങ്ങൾ ഇവരുടെ അസംതൃപ്തി ഒക്കെ തന്നെ ഇത് കണ്ടുകൊണ്ട് നേരിട്ട് ബോധ്യപ്പെട്ട് അത് സർക്കാരിനോട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ആളുകളോട് പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചാണ് ഇനിയുള്ള 410 വീടുകൾ ഇവിടെ ഒരുങ്ങുക എന്നുള്ളതാണ്. പ്രൊജക്ട് ഓഫീസർക്ക് പ്രൊജക്ട് എഞ്ചിനീയർക്ക് എന്തോ പറയാനുണ്ട് ഒന്നുകൂടെ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഈ കാണുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏതാണ്ട് 5 വർഷത്തേക്ക് ഇതിൻ്റെ സിവിൽ വർക്കിന് നമ്മൾ DLP ഉണ്ട്. 5 വർഷത്തെ DLP ഉണ്ട്. അതിന് പുറമെ MEP വർക്കുകൾക്ക്, അതായത് ഇവിടുത്തെ MEP വർക്കുകൾക്ക് 3 വർഷത്തെ ഇതുണ്ട്, ഗ്യാരണ്ടി മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ 3 വർഷവും സിവിൽ വർക്കിന് 5 വർഷവും. അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് സൂചിപ്പിക്കണം. ഓക്കെ, അതായത് ഇതിൻ്റെ ഇപ്പോഴത്തെ വർക്ക്, അതായത് ഇവർക്ക് കൈമാറിക്കൊണ്ട് ഉടനെ ഉപേക്ഷിച്ച് പോവുകയല്ല ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റി ചെയ്യുന്നത്, ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ചെയ്യുന്നത്. ഇതിന് 5 വർഷത്തേക്കുള്ള എല്ലാ മെയിൻ്റനൻസും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ 3 വർഷം അവർ കൂടെ തന്നെ ഉണ്ടാകും. അത് കഴിഞ്ഞാലും വിട്ടുപോകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും തൊഴിലാളികളോട് അത്രയും സ്നേഹമുള്ള, ദുരന്ത ബാധിതർക്ക് ഇനി നഷ്ടപ്പെട്ട ജീവനുകൾ മാത്രമേ തിരിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയുകയുള്ളൂ, ബാക്കി എല്ലാം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ അടക്കമുള്ള ഒരു തൊഴിലാളികളുടെ ഒരു സൊസൈറ്റി കൂടിയാണിത്. അവർ രാപ്പകൽ അധ്വാനിച്ച് എങ്ങനെയെങ്കിലും ദുരന്തബാധിതർക്കുള്ള ഈ വീട് പൂർത്തിയാക്കണം, അതിൽ ഓരോ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെയുള്ളവർ. ഞങ്ങൾ ഓരോ ദിവസവും പല ദിവസങ്ങളും ഞങ്ങൾ വന്നു പോയിട്ടുള്ളതാണ് ഇവിടെ. അവരുടെയൊക്കെ വർക്കുകൾ കാണുമ്പോൾ നമുക്ക് പോലും തോന്നിയിട്ടുള്ളത് അതുതന്നെയാണ്. ആ കുട്ടികൾ, ചെറുപ്പക്കാരായ ആളുകൾ അത്രയും സ്നേഹത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടിയാണ് ഇവിടെയുള്ള ഓരോ വർക്കും ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തായാലും ദുരന്തബാധിതർക്ക് ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് സംശയങ്ങളൊന്നുമില്ല. ഇനിയുള്ള സംശയം മറ്റുള്ളവർ വന്ന് കണ്ടു തീരട്ടെ എന്നുള്ളതാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ അധികൃതരും അതുപോലെ തന്നെ ദുരന്തബാധിതരായ ആളുകളും നമ്മളോട് വിശദീകരിച്ചത്. വിനിഷ. യെസ്, താങ്ക് യു ജോഷില. ഏതായാലും ഇനി ഇതിൽ കൂടുതൽ ഒന്നും പറയേണ്ടതില്ല. ആ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. ആ വീട് ആർക്ക് വേണമെങ്കിലും നേരിട്ട് പോയി പരിശോധിക്കാം. ഏത് രീതിയിലാണ് ക്വാളിറ്റി അഷ്വർ ചെയ്ത് ആ വീട് അവിടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അത് മാതൃകാ ഭവനം മാത്രമാണ്. അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇനി വരുന്ന 410 വീടുകളും അവിടെ ഉയരാൻ പോകുന്നത്. ആ ക്വാളിറ്റിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ്. ഈ പ്രൊജക്ട് എഞ്ചിനീയറും ഒക്കെ പറഞ്ഞല്ലോ, മെയിൻ്റനൻസ് ഇത് വീട് നിർമ്മാണം പൂർത്തിയാക്കി അത് ഉപഭോക്താക്കൾക്ക് നൽകുക മാത്രമല്ല ചെയ്യുന്നത്, 3 വർഷം ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് അവർ ഉറപ്പുവരുത്തുന്നുണ്ട്. സിവിൽ ആയിട്ടുള്ള, അതായത് റോഡായാലും ഓടകളായാലും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതികളോ വന്നാലും അതും മെയിൻറ്റെയിൻ ചെയ്യാൻ 5 വർഷത്തേക്കുള്ള ക്വാളിറ്റി എഷ്യൂറൻസ് അവർ നൽകുന്നുണ്ട്. അപ്പോൾ 8 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു വീട് നിർമ്മിച്ചങ്ങ് പോവുക മാത്രമല്ല, കംപ്ലീറ്റ് പുനരധിവാസം, സമ്പൂർണ്ണ പുനരധിവാസം, അതും ലോകോത്തര മാതൃകയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് കൃത്യമായും 20 ലക്ഷം രൂപ ഒരു വീടിന് തന്നെ ചിലവഴിക്കും. ഈ നേരത്തെ ജോഷില പറഞ്ഞതുപോലെ തന്നെ 20 ലക്ഷം കൊണ്ട് അത്തരത്തിലൊരു വീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അത് എല്ലാവരുടെ ചെവിയിലേക്കും ആ ചോദ്യം എത്തില്ല. കാരണം 8 ലക്ഷം രൂപയ്ക്ക് വീട് നിർമ്മിച്ച് നൽകാൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നേരത്തെ ആ മനോജ് പറഞ്ഞതുപോലെ തന്നെ 15 ലക്ഷം രൂപയ്ക്ക് ഇതിൽ മികച്ച വീട് ഞങ്ങൾ നൽകാം, അത് ഫേസ്ബുക്കിൽ ചലഞ്ച് ചെയ്തിട്ടും ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ വീടിനെ കുറിച്ച് ഇനിയും പരാതികൾ ഉയരും. ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉള്ളവർക്ക് ആ മാതൃകാ വീട് നേരിട്ട് ചെന്ന് കാണാം. എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് അവിടെ ഉപയോഗിച്ചത്, എന്തൊക്കെ തട്ടിപ്പാണ് അവിടെ, ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് എന്നൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. ഈ ഗുണഭോക്താക്കളോട് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വന്ന് നേരിട്ട് കാണൂ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കയോ പരാതിയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയൂ, അത് പരിഹരിച്ചാകും ഇനിയുള്ള ഭവനങ്ങളുടെ നിർമ്മാണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമ്പൂർണ്ണ പുനരധിവാസം എന്ന് പറയുന്നത് അത് ഒരു സ്ട്രക്ചർ മാത്രമല്ല, ഒരു കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ നിർമ്മിച്ച് നൽകുക മാത്രമല്ല, ആ വീട്ടിലേക്ക് എത്ര ആളുകൾ ആ വീട്ടിൽ താമസിക്കാനുണ്ടോ ആ ആളുകൾക്ക് വേണ്ട ഏറ്റവും
അവശ്യ സാധനങ്ങൾ അടക്കമായിരിക്കും ആ വീട് സർക്കാർ ആ ഓരോ ഗുണഭോക്താക്കൾക്കും നൽകുക എന്നുള്ള ഉറപ്പാണ് സർക്കാർ നൽകുന്നത്. അതിനാണ് ഈ സമയമെടുക്കുന്നത്. അത് ഉറപ്പുവരുത്തിക്കൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നിരന്തരം പറയുന്ന സർക്കാരാണ് കൂടെയുള്ളത്. വയനാടിനെ ചേർത്ത് പിടിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം.